ഹലോ. അപ്പോ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഹലോ, ഇതൊരു പുതിയ തുടക്കമാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് ഒരു ടെസ്റ്റ് റൺ ആണെന്ന് പറയാം. ഞാൻ ഇതിനു മുമ്പ് പലതവണ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഒരു കോൺഫിഡൻസ് കിട്ടിയില്ല. പിന്നെ സാങ്കേതികപരമായിട്ട് ഇതിന്റെ കുറെ പരിമിതികളുണ്ട്. നിങ്ങളെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ ക്വാളിറ്റി ഒന്നും ഇപ്പൊ ഇതിന് ഉണ്ടാവില്ല. ഓബിയസ്ലി ഞാൻ എൻ്റെ വെബ് ക്യാമിലാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു കവിത ചൊല്ലി തുടങ്ങാം എന്ന് തോന്നുന്നു. വയലാർ രാമവർമ്മയുടെ അശ്വമേധം. ഈ കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഈ കവിതയിലെ കുതിരയായിട്ട് ഞാൻ വല്ലാണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് ലൈക്ക് കെട്ടുപൊട്ടിച്ച ഒരു കുതിരയാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിന് സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ്. നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായി മെൻകുതിരയെ ചെമ്മൻ കുതിരെ, അങ്ങനെ എങ്ങനെ പോവും. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മാനവികത എന്ന് പറയുന്ന ആ ഒരു ബിംബത്തെ കുതിരയുമായിട്ട് സാദൃശ്യപ്പെടുത്തി അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തിയാണ് ഉപമപ്പെടുത്തി അങ്ങനെ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും എന്നെ തന്നെ കാണാറുണ്ട് ആ കുതിരയിൽ. അപ്പോ ഇതെന്താണ് ഇങ്ങനെ ഇത്രയും കവിതയ്ക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് വളരെ റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ സിദ്ധികൾ, വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ, മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാര മണ്ഡലം. പിന്നെയും പറയുന്നുണ്ട്, അതായത് എത്ര എത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ, ധ്രുപദ രാഷ്ട്ര പ്രതാപങ്ങൾ തൻ കോട്ടകൊത്തളങ്ങളെ പിന്നീടും യാത്രയിൽ എത്ര കുറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളമ്പടി ഏറ്റേറ്റു വീണുപോയി. അത്രയേറെ ഭരണകൂടങ്ങൾ. ഇതിൽ പറയുന്നത് മനുഷ്യനിങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം സഞ്ചാരം സംസ്കാരത്തിന്റെ മാനവികത എന്ന ഒരു 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 അശ്വത്തിനൊപ്പം പുറത്ത് കയറി എന്നല്ല, അശ്വത്തിനൊപ്പം അശ്വത്തെ അന്വേഷിച്ച് കവി നടത്തിയ യാത്രയും
ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. എല്ലാരും വായിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും കാര്യം. അപ്പം പിന്നെയും നമ്മുടെ നമ്മുടെ കൾച്ചർ, നമ്മുടെ ഐഡിയ ഓഫ് കൾച്ചർ പലപ്പോഴും മതത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പൗരാണികതയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കൂട്ടം ബിംബങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ സംസ്കാരം എന്നതിനെ തുടക്കത്തിൽ നിർവചിക്കുകയും വിവക്ഷിക്കുകയും നിർവചിക്കേണ്ടി വരുന്നത്. കാരണം അധ്യാപകർ നമ്മളോട് പറയുന്നു ഇതാണ് നിങ്ങളുടെ സംസ്കാരം, അച്ഛൻ പറയുന്നു ഇതാണ് നിന്റെ സംസ്കാരം, നീ നായരാണ്, നായർ മാത്രമാണ്, അല്ലെങ്കിൽ നീ ഒരു ഒരു എന്താ നീ ഒരു ക്രിസ്ത്യാനിയാണ്, അത് മാത്രമാണ്, അല്ലെങ്കിൽ നിന്റെ ജാതി ഇതാണ്, നീ ഇത് മാത്രമാണ് എന്ന് പറയും. സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകർ പറയുന്നു ഇതായിരുന്നു നമ്മുടെ സംസ്കാരം, ഇതായിരുന്നു നിങ്ങളുടെ ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ പോലും അതുപോലും ഒരു 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 ഫ്രെയിം വർക്ക് ലേക്ക് നമ്മൾ കെട്ടപ്പെടുകയാണ് കുതിരയെ പോലെ. കുതിര ഒരിക്കലും കുതിരയെ നാം മെരുക്കിയത് യുദ്ധത്തിനും വേട്ടയ്ക്കും വേണ്ടിയിട്ടാണ്. കാരണം കുതിര എന്ന് പറയുന്നത് പശുവിനെ പോലെ അല്ല, പശുവിനെ പോലെ അല്ല. അതുകൊണ്ടാണ് പശുവിനെ ആരാധിക്കാൻ ആൾക്കാർക്ക് താല്പര്യം, എളുപ്പം. കുതിര ഇസ് കുതിര. കുതിര ശക്തിയാണ്, കുതിര വീര്യമാണ്, കുതിര അപകടകാരിയും കൂടിയാണ്. അപ്പം അതുപോലുള്ള യൗവനം, അശ്വയവനങ്ങളാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കടാ. അല്ല ഞാൻ വീഡിയോ ഒന്ന് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സാധനമാണ്, അത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാം. ഇനി എഡിറ്റിംഗ് ഒക്കെ കുറെ പരിപാടി ഉണ്ട്. നീ ആദ്യം വന്നപ്പോഴും ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്യായിരുന്നു, അത് കിട്ടിയില്ല, രണ്ടാമത് ചെയ്യുവായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇങ്ങനെ അശ്വയവനങ്ങളാണ് അല്ലെങ്കിൽ കുതിരകളാണ് നമ്മളൊക്കെ, കുതിര ജന്മങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് വയലാറിന്റെ ആ ഒരു സങ്കല്പത്തോട് എനിക്ക് സമരസപ്പെടാൻ കുറച്ചൊക്കെ കഴിയുന്നുണ്ട്. അപ്പോ ഇത്രയാണ്. ഇത് നോക്കട്ടെ വീഡിയോ എങ്ങനെ വരുമെന്ന്, എന്നിട്ട് നോക്കാം.